നമസ്കാരം. ഇന്നിതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കോവിഷീൽഡ് വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. ഇതാണോ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെന്ന് കോൺഗ്രസ് ഉന്നയിച്ചപ്പോൾ ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്ക് BJP കമ്മീഷൻ വാങ്ങിയെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. കോവിഷീൽഡ് പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക തന്നെ ഏറ്റുപറഞ്ഞതോടെ വിഷയം പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും വാരണാസിയിൽ മോദിയുടെ എതിരാളിയുമായ അജയ് റായ് ഉന്നയിക്കുന്ന ചോദ്യം. വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന RJD. കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് 2021 തന്നെ പുറത്തു വന്ന ശേഷവും ഇന്ത്യയിൽ യാത്രാനുമതി പോലും നിഷേധിച്ച് വാക്സിൻ സ്വീകരിക്കാൻ ആളുകളെ നിർബന്ധിച്ചു എന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് BJP മറുപടി പറയണമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. कैसे पता चलेगा कि उनके ऊपर कोई साइड इफेक्ट है या नहीं है? क्या उनकी ब्लड में क्लॉटिंग हो रही है? क्या उनका प्लेटलेट काउंट गिर रहा है? और क्या किया जा सकता है जिससे अगर उनके ऊपर कोई ऐसा साइड इफेक्ट है तो उन लोगों की जान बचाई जा सके? करोड़ों लोगों के स्वास्थ्य का मामला है. ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്കും BJP കമ്മീഷൻ വാങ്ങിയതായി സമാജ്വാദി പാർട്ടി ആരോപിച്ചു. അഭിഭാഷകനായ വിശാൽ തിവാരി കോവിഷീൽഡിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്നും ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. 24 ഡൽഹി. ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയില്ലെന്ന് സ്ഥിരീകരിച്ച മകൻ ചാണ്ടി ഉമ്മൻ ക്യാൻസർ ബാധിതനായതിനാൽ ആരോഗ്യനില പരിഗണിച്ചാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് വിശദീകരണം. വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്ക് ലൈവിലെ പ്രതികരണം. ചികിത്സ വിവാദമാക്കിയവർ മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. ഒരു മാപ്പെങ്കിലും എന്നോട് വേണ്ട, അദ്ദേഹത്തെ സ്നേഹിച്ച കേരള സമൂഹത്തോട്, അദ്ദേഹത്തെ ഇന്നും സ്നേഹിക്കുന്ന കേരള സമൂഹത്തോട് പറഞ്ഞാൽ മതി. കാരണം ഇനിയും ഒരു കുടുംബത്തിനും ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, ഒരു മകനും ഈ ഒരു അവസ്ഥ നേരിടാൻ പാടില്ല. ശരിയോ തെറ്റോ ആവട്ടെ, ആ വാർത്തയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കുന്നില്ല. ആരാണെന്ന് കേരള സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. അടുത്ത് നിൽക്കുന്നവരുണ്ടോ ദൂരെ നിൽക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധ്യതകളുണ്ട്. അടുത്ത വാർത്തയിലേക്ക്. നിർണായക ദൃശ്യങ്ങൾ മുക്കിയതാര്? മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ നിർണായകമായ ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ല. ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്ന് ഡ്രൈവർ LH യേതു 24നോട് പറഞ്ഞു. ഗതാഗത മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. മേയർ KSRTC ഡ്രൈവർ സംഘർഷത്തിൽ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡാണ് കാണാതായത്. മേയറുടെ കാറും KSRTC ബസ്സും എങ്ങനെ യാത്ര ചെയ്തെന്ന് കണ്ടെത്താനും സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടു എന്ന ഡ്രൈവർ യദുവിന്റെ ആരോപണത്തിലും പോലീസിന് ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യമായിരുന്നു. മെമ്മറി കാർഡ് മിസ്സാവാൻ പാടില്ല, മെമ്മറി കാർഡാണ് കാണാതായത്. സംഭവ ദിവസം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നതായും മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാകുമെന്നും KSRTC ഡ്രൈവർ യദു 24നോട് എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവര്, ഈ മാഡം എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. അകത്ത് നിന്ന പയ്യൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. KSRTC CMD അന്വേഷിച്ചു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. തർക്കം നടന്ന ബസ്സിൽ നിന്ന് മനഃപൂർവ്വം മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം മേയർ നേരിടുന്നത് ക്രൂരമായ സൈബർ ആക്രമണമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിത നീക്കമെന്ന് DYFI ആരോപിച്ചു. 24 തിരുവനന്തപുരം. ലൈംഗികാതിക്രമ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ JDS നേതാക്കളായ HD രേവണ്ണയ്ക്കും മകൻ പ്രജ്വൽ രേവണ്ണയ്ക്കും കർണാടക പോലീസിന്റെ നോട്ടീസ്. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സത്യം വൈകാതെ പുറത്തുവരുമെന്നാണ് ഹാസനിൽ NDA സ്ഥാനാർത്ഥിയായ പ്രജ്വൽ രേവണ്ണയുടെ പ്രതികരണം. കർണാടകയിൽ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിയൊരുക്കിയ കേസിൽ അന്വേഷണ പുരോഗതി ഉണ്ടാകണമെങ്കിൽ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. വിദേശത്തെ കടന്ന പ്രജ്വലിനെ നാട്ടിലെത്തിക്കുകയാണ്
അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കടമ്പ. ഇതിനായി കർണാടക സർക്കാർ നീക്കം തുടങ്ങി. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. പീഡനത്തിനിരയായ 8 യുവതികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പെൺമക്കളെ ചൂഷണം ചെയ്തവരെ വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി പിന്തുണച്ചുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിഷയം രാഷ്ട്രീയ വിവാദമായതോടെ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. സത്യം വൈകാതെ പുറത്തുവരുമെന്നാണ് പ്രജ്വൽ രേവണ്ണയുടെ ആദ്യ പ്രതികരണം. അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടെന്നും പ്രജ്വൽ ട്വീറ്റ് ചെയ്തു. 24 ബംഗളൂരു. CPIഎമ്മിന് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിക്കാൻ കാരണമായത് ബാങ്കിന്റെ വീഴ്ചയെന്ന് ജില്ലാ നേതൃത്വം. ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്ന് CPIഎം വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്നും EDക്ക് മുന്നിൽ ഹാജരായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പിൻവലിച്ച 1 കോടി രൂപ ഇന്നലെ ബാങ്കിൽ തിരിച്ചടയ്ക്കാനെത്തിയപ്പോൾ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. ഇക്കാര്യത്തിലാണ് വിശദീകരണവുമായി CPIഎം ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. പാൻ കാർഡിലെ T എന്ന അക്ഷരം J എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. വീഴ്ച സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പാർട്ടിക്ക് കത്ത് നൽകിയെന്നും CPIഎം ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിൽ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട്, അവരുടെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. ബാങ്കാണ് അതിന് 100% ഉത്തരവാദിത്വം. പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട്. സാങ്കേതിക പിഴവ് തിരുത്താൻ സാധാരണ നൽകുന്ന സാവകാശം പോലും അനുവദിക്കാതെയാണ് ആദായ നികുതി വകുപ്പ് നടപടി സ്വീകരിച്ചതെന്ന് CPIഎം കുറ്റപ്പെടുത്തി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുകയാണ്. നിയമപരമായി നേരിടാനാണ് CPIഎമ്മിന്റെ തീരുമാനം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായില്ല. ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും സ്വത്തുവിവരങ്ങൾ നൽകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് 2 ആഴ്ചത്തെ സാവകാശം MM വർഗീസ് തേടിയിട്ടുമുണ്ട്. 24 തൃശൂർ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സമസ്ത ലീഗ് തർക്കം മലപ്പുറത്തും പൊന്നാനിയിലും വലിയ ചലനമുണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തൽ. വിഘടിച്ചു നിന്നവരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് ലീഗിന് തന്നെ ലഭിച്ചതായി ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. പൊന്നാനിയിൽ നഷ്ടമാവുക 10,000-ൽ താഴെ വോട്ടുകൾ മാത്രമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സമസ്ത ലീഗ് തർക്കം ഒരു രീതിയിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ 1,00,000-ലധികം ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതൊന്നും ഒരു കാരണവശാലും ഞങ്ങളുടെ ഈ പോളിങ്ങിനെയോ നമ്മളെ വോട്ടിങ്ങിനെയോ ബാധിച്ചിട്ടില്ല. അത് ഞങ്ങൾ നല്ല ഒരു മെജോറിറ്റിയിൽ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണ് കണക്ക്. മലപ്പുറം പാർലമെൻറ്റിൽ 2 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും. മലപ്പുറത്ത് ഭൂരിപക്ഷം 2 ലക്ഷം കടക്കും. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നായി രാഹുൽ ഗാന്ധിക്ക് 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും. സംസ്ഥാന വിഷയത്തിൽ ആശയക്കുഴപ്പത്തിൽപ്പെട്ടവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സമസ്ത നേതാക്കൾക്കെതിരെ പ്രതികരണം പാടില്ലെന്ന് നേതാക്കളോട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ നിർദ്ദേശം നൽകി. 24 മലപ്പുറം. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. സംസ്ഥാനത്തെ കൊടും ചൂടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ് ഇനി. പൊള്ളി വരണ്ട കേരളം. സംസ്ഥാനത്ത് അതിതീവ്ര ചൂട് തുടരുന്നു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ട്. ഇവയുൾപ്പെടെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തുറസായ സ്ഥലത്ത് കായിക മത്സരങ്ങൾ നടത്തരുതെന്ന് കായിക വകുപ്പ് നിർദ്ദേശം നൽകി. അടുത്തയാഴ്ചയോടെ കൂടുതൽ മേഖലകളിൽ വേനൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോഴിക്കോട് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് പ്രവചനം.
തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് കൂടിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അന്തരീക്ഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജനങ്ങൾ പൊറുതി മുട്ടുകയാണ്. എല്ലാം ചൂട് തന്നെ പറയുന്നത്, ഭയങ്കര ചൂട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളൊരു 12 മണിക്ക് നിർത്തും, എന്നിട്ട് ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഓട്ടും. അങ്ങനെ ചെയ്യണം. ഇപ്പോൾ കൂടുതലായിട്ട് അവർക്കിപ്പോൾ ഡെലിവറി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ പിക്കപ്പിൽ ജസ്റ്റ് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ ഡൈനിങ്ങിലും നല്ലോണം ബാധിച്ചിട്ടുണ്ട് പാലക്കാട്. ജില്ലകളിൽ സാധാരണയിൽ നിന്നും 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ പാടില്ലെന്ന് കായിക വകുപ്പ് അറിയിച്ചു. പരിശീലനത്തിനും സെലക്ഷൻ ട്രയൽസിനും നിയന്ത്രണം ബാധകമാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ അടുത്തയാഴ്ചയോടെ മഴ ലഭിച്ചേക്കും. സമീപകാലത്ത് ഏറ്റവും കുറവ് വേനൽ മഴ ലഭിച്ച വർഷമാണ് ഇത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. കനത്ത ചൂടിനിടെ പാലക്കാട് മണ്ണാർക്കാട് 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണാർക്കാട് സ്വദേശികളായ ശബരീഷ്, സരോജിനി എന്നിവരാണ് മരിച്ചത്. സൂര്യാഘാതമാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ന് രാവിലെ കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നതിനിടെയാണ് എതിർപ്പണം സ്വദേശി ശബരീഷ് കുഴഞ്ഞു വീണത്. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ജോലിക്ക് പോകുന്നതിനിടെ തെങ്കര രാജാ സ്കൂളിന് സമീപത്ത് വെച്ചാണ് പുളിക്കപ്പാടം സ്വദേശി സരോജിനി കുഴഞ്ഞു വീണത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗവും ഉയരുന്നു. വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നാളെ ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കും. KSEBയുടെ മുന്നറിയിപ്പും ബോധവൽക്കരണവും മറികടന്നുള്ള വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് ഉപയോഗവും വർദ്ധിക്കുന്നു. തിങ്കളാഴ്ച 113.15 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപയോഗമെങ്കിൽ ചൊവ്വാഴ്ച ഉപഭോഗം 113.26 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലെത്തി. ഇതോടെ ജലവൈദ്യുതി ഉൽപ്പാദനവും ബോർഡ് വർദ്ധിപ്പിച്ചു. ഇന്നലെ 22.1 ദശലക്ഷം യൂണിറ്റ് ജലവൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. പുറത്തുനിന്നും എത്തിച്ചതാകട്ടെ 89.08 ദശലക്ഷം യൂണിറ്റും. ഉപഭോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദ്യുതി ബോർഡ്. നിലവിലെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ബോർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും. സർക്കാരിന്റെ അനുമതിയോടെയാകും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തീരുമാനമെടുക്കുക. പ്രസരണ വിതരണ ശൃംഖലകളെ പ്രതിസന്ധി ബാധിച്ചതിനാൽ നിയന്ത്രണം ഒഴിവാക്കാനാകില്ലെന്നാണ് ബോർഡ് നിലപാട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ചിഹ്നം ലോഡ് ചെയ്ത വിവിപാറ്റ് യൂണിറ്റുകൾ സ്ഥാനാർത്ഥിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഫലപ്രഖ്യാപനത്തിന് ശേഷം വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം 45 ദിവസം വിവിപാറ്റ് യൂണിറ്റുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, വിവിപാറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ സുപ്രീംകോടതിയിലേക്ക് എത്തിയതാണ്. തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊരു നിർദ്ദേശം കമ്മീഷൻ പുറപ്പെടുവിച്ചത്? തീർച്ചയായിട്ടും ആണ് അനുജ. ഈ നിർദ്ദേശം സുപ്രീം കോടതി ആ കേസിന്റെ ഭാഗമായിട്ട് നിർദ്ദേശിച്ചിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ പുതിയ പ്രോട്ടോകോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് വിവിപാറ്റ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെയോ ചിഹ്നം ലോഡ് ചെയ്ത എല്ലാ യൂണിറ്റുകളും കണ്ടെയ്നറുകളിലാക്കി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയോ പ്രതിനിധിയോ സാക്ഷ്യപ്പെടുത്തി സീൽ ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ചുരുങ്ങിയത് 45 ദിവസം ഈ യൂണിറ്റുകളും വോട്ട് യന്ത്രവും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. വോട്ട് യന്ത്രത്തിന്റെ അതേ സുരക്ഷിതത്വം ഈ വിവിപാറ്റ് യൂണിറ്റുകൾക്ക് നൽകണം എന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ വിവിപാറ്റുകൾ പരിശോധിക്കണം എന്നുള്ള അപേക്ഷ എഴുതി കിട്ടിയാൽ വോട്ട് യന്ത്രം നിർമ്മിച്ച, അതും ഈ തെരഞ്ഞെടുപ്പിലെ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ എത്തുന്നവർ എഴുതി നൽകിയാൽ വോട്ട് യന്ത്രം നിർമ്മിച്ച കമ്പനിയുടെ എഞ്ചിനീയർമാർ അത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഏതെങ്കിലും ഈ ബൂത്തിലെ ഈ വോട്ട് യന്ത്രം തിരിച്ചറിയാൻ സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പരുമായിട്ട് സീരിയൽ നമ്പരുമായിട്ട് ഒത്തുനോക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ഈ ഉത്തരവിന്റെ ഭാഗമാണ്. വിവിപാറ്റ് യൂണിറ്റ് സ്ഥാനാർത്ഥി സാക്ഷ്യപ്പെടുത്തണം, ഒപ്പം അതിന്റെ സുരക്ഷ എങ്ങനെയായിരിക്കണമെന്ന നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. ആരും ഭയപ്പെടുകയോ ഒളിച്ചോടുകയോ ഇല്ലെന്ന് ജയറാം രമേശ് പറഞ്ഞു. അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ജാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷന് നോട്ടീസ് അയച്ചു. ആം ആദ്മി സഖ്യത്തിൽ പ്രതിഷേധിച്ച് ഡൽഹി കോൺഗ്രസിൽ 2 മുൻ MLA മാർ പാർട്ടി വിട്ടു.
നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി മല്ലികാർജ്ജുൻ ഖർഗെക്ക് വിട്ട തീരുമാനത്തിന് നാളെ വരെ കാത്തിരിക്കണമെന്ന് ജയറാം രമേശ്. CEC has empowered the Congress president. Congress president is fully seized of the matter. He knows that a decision has to be announced well before the nomination time. It should be announced by tomorrow evening. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇരു സീറ്റുകളിലുമായി മത്സരിക്കണമെന്നാണ് UP കോൺഗ്രസിന്റെ ആവശ്യം. അമേഠിയിൽ പ്രിയങ്കയും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കണമെന്ന് സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാനായി ഒരുങ്ങുകയാണ് ഡൽഹി പോലീസ്. നാളെ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ജാർഖണ്ഡ് PCC അധ്യക്ഷൻ രാജേഷ് താക്കൂറിനോട് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ച് നീരജ് ബസോയ, നസീബ് സിംഗ് എന്നീ 2 മുൻ MLA മാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ദിശാബോധമില്ലാതെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി വിമർശിച്ചു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന് പശ്ചിമ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ആധിർ രഞ്ജൻ ചൗധരി. മുർഷിദാബാദിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് വിവാദ പരാമർശമുണ്ടായത്. इस बार 400 पार এখন আর মোদির সেবা করা নেই। সার্ভে বলছে মোদির এই মুহূর্তে 100 সিট মোদির হাত থেকে বেরিয়ে গেছে, আরো সিট কমার দিকে চলেছে। তাই ভুল করবেন না, কংগ্রেস এবং বামকে জেতানো জরুরি। কংগ্রেস এবং বাম যদি না যেতে ভারতবর্ষের ধর্মনিরপেক্ষতা আঘাত খাবে। তৃণমূলকে ভোট দেওয়া মানে তার থেকে ভালো বিজেপিকে ভোট দিয়ে দিন আপনারা। তৃণমূলকে ভোট দেওয়া মানে তার থেকে অনেক ভালো বিজেপিকে ভোট দিয়ে দেওয়া। তাই তৃণমূলকে নয়, বিজেপিকে নয়, সর্বসময়ে সর্ববছর সারা বছরে. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷി കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന ആധിർ രഞ്ജൻ ചൗധരിയുടെ പരാമർശം ഗൗരവതരമാണത്. ആ ഗൗരവത്തിൽ പാർട്ടി എടുക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തിയ പരാമർശം. അനുജ, എന്തായാലും കോൺഗ്രസ് നേതൃത്വം അധിർ രഞ്ജൻ ചൗധരിയുടെ പ്രസംഗം ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏറെ വിവാദകരമായ ഒരു പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരി നടത്തിയിരിക്കുന്നത്. കാരണം ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ധാരണകൾ നടക്കുന്നില്ലെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും CPM-ഉം സഹകരണത്തോടെ മത്സരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടി കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്നുള്ള ഒരു പ്രസ്താവന സ്വാഭാവികമായിട്ടും വലിയ ഗൗരവകരമായ ഒരു പ്രസ്താവനയാണ്. എന്തായാലും BJPയുടെ മുതിർന്ന നേതാക്കളടക്കം അധിർ രഞ്ജൻ ചൗധരിയുടെ വാക്കുകളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം, ബംഗാളിലെ അക്രമങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് നിരന്തരമായി തൃണമൂൽ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാറുണ്ടെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിനേക്കാൾ നല്ലത് വോട്ട് ചെയ്തതിനേക്കാൾ നല്ലത് BJPക്കാണെന്ന ഒരു പ്രസ്താവന ഇതുവരെ നേതാക്കൾ നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തു തന്നെ അത്തരം ഒരു പ്രസ്താവനയിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം വ്യക്തമാക്കുന്നത് മതേതരത്വം ഇപ്പോൾ ഭീഷണി നേരിടുന്നുണ്ട്. അതിനായി CPM-നെയും കോൺഗ്രസിനെയും വിജയിപ്പിക്കേണ്ടത് അനിവാര്യതയാണ്. അതേസമയം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ വോട്ട് ചെയ്തതിനേക്കാൾ നല്ലത് BJPക്കാണെന്ന ഒരു പ്രസ്താവനയിലൂടെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് അധിർ രഞ്ജൻ ചൗധരി. എന്തായാലും പാർട്ടി ഇതിൽ ഗൗരവമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇടപെടാനുള്ള സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ BJP നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ആധിർ രഞ്ജൻ ചൗധരിയുടെ പരാമർശമാണ് വിവാദമായത്. TMCക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്ന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അദ്ദേഹത്തിന്റെ പരാമർശം. അത് കോൺഗ്രസ് ഗൗരവത്തിലെടുക്കും, അതിനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പരാമർശത്തെക്കുറിച്ച് അറിവില്ല എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. ഇനി ആലുവ കാലടിയിലുണ്ടായൊരു അക്രമ വാർത്തയിലേക്ക്. മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 5 പേരെ വെട്ടിപ്പരുക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. ആക്രമണത്തിന് കാരണം 1 മാസം മുൻപുണ്ടായ തർക്കമാണെന്ന് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കൊണ്ടോട്ടി ജംഗ്ഷനിലേക്ക് കാറിലെത്തിയ അക്രമിസംഘം റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സിദ്ദിഖിനെയും മകനെയും ആദ്യം വെട്ടി. ഇത് ചോദിക്കാനെത്തിയ മുൻ പഞ്ചായത്തംഗം സുലൈമാനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി. ഇവർക്കൊപ്പമുണ്ടായിരുന്ന റസാഖിനും
ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ഷെഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5-6 പേര് മാരകായുധങ്ങളും അവിടെ ഒരു കാറിന് വന്നിട്ട് മാരകായുധങ്ങളുമായിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. ഞങ്ങളെ ആക്രമിച്ച് എനിക്ക് 3 കുത്ത് പുറത്ത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഒരാളുടെ തലക്ക് ശക്തമായിട്ട് അടിച്ച് അത് അയാൾക്ക് ഒരു 7 സ്റ്റിച്ച് ഉണ്ട്. സംഭവത്തിൽ കാക്കനാട് സ്വദേശി സ്വരാജ്, അരൂർ സ്വദേശി സനീർ, മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു എന്നിവരെ പോലീസ് പിടികൂടി. ഫൈസൽ ബാബുവും അർഷാദും തമ്മിൽ 1 മാസം മുൻപ് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. ഈ വൈരാഗ്യമാണ് ഇന്നലത്തെ ആക്രമണത്തിന് പിന്നിലെന്ന് റൂറൽ SP വൈഭവ് സക്സേന. അത് വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണോ അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. അവരുടെ വെർഷൻ പ്രകാരം വേറെ കേസൊന്നുമില്ല. ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു. ആ കേസിന്റെ വൈരാഗ്യന്റെ ഭാഗമായിട്ട് ഈ ഇന്നലത്തെയുള്ള ഇത് കൊട്ട് ചെയ്തു. കൂടുതൽ പേർ അക്രമി സംഘത്തിൽ ഉണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇവർക്കായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇതര ജില്ലകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ സുലൈമാൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 കൊച്ചി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. SNC ലാവ്ലിൻ കേസ് ഇന്നും സുപ്രീംകോടതി പരിഗണിച്ചില്ല. മറ്റു കേസുകളിൽ നടപടി നീണ്ടുപോയതോടെയാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കാതിരുന്നത്. പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയത് ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജികളാണ് സുപ്രീംകോടതിയിലുള്ളത്. നടൻ സൽമാൻ ഖാന്റെ വസതിയിലേക്ക് വെടിവെച്ച കേസിലെ പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ അനൂജ് ഥാപ്പൻ എന്ന 32-കാരനെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നിയന്ത്രിച്ച തീരുമാനത്തിനെതിരെ സമരവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് തുടങ്ങും. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനും തീരുമാനം. UAE-യിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. ഇന്ന് രാത്രി മുതൽ മഴ ലഭിച്ചേക്കും. ദുബായിലെയും ഷാർജയിലെയും സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ ഉണ്ടാകൂ. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാം. തമിഴ്നാട്ടിൽ ക്വാറിയിലെ സ്ഫോടനത്തിൽ 4 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. ക്വാറി ഉടമ തൂത്തുക്കുടി സ്വദേശി സേതുരാമനെ അറസ്റ്റ് ചെയ്തു. സ്ഫോടക വസ്തു ഗോഡൌൺ ഉടമ രാജ്കുമാറിനെയും എതിരെയും കേസെടുത്തു. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇന്ന് സംഭവിച്ചതുമായി ഗോകുൽ രവി. നമസ്കാരം.